Good morning, students. Alternative series method problem ചെയ്തു നോക്കാം. Problem ഇതാണ്. Sigma k equal to 1 to infinity minus 1 raised to k plus 1 by minus 1 raised to k plus 1 into k plus 1 by 4k plus 11. ഈ സീരീസ് കൺവെർജ് ആണോ ഡൈവർജന്റ് ആണോ നോക്കണം by using Leibnitz test or alternative series test. ഈ ടെസ്റ്റ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന സീരീസ് കൺവെർജ് ആണോ ഡൈവർജന്റ് ആണോ നോക്കണം. ഇതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. നമ്മൾ ആദ്യം ഇതിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ യു കെ കണ്ടുപിടിക്കണം. യു കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? യു കെ is equal to k plus 1 divided by 4k plus 11. ഇതിൽ ഈ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ള എടുത്ത് നമുക്ക് കിട്ടുന്നതാണ് യു കെ. ഇനി യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. എന്താണ് യു കെ പ്ലസ് 1? കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുത്തു കഴിയുമ്പോൾ കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ 4 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 11. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4k plus 4. അപ്പോൾ 4k plus 15 എന്ന് വരും. അതാണ് നമുക്ക് യു കെ പ്ലസ് 1 കിട്ടിയത്. യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4k plus 15 എന്ന് വരും. ഇനി നമ്മൾ ഇതിൽ ആരാണ് വരുന്നത്? യു കെ പ്ലസ് 1 ആണോ വരുന്നത്, യു കെ ആണോ വരുന്നത് നോക്കണം. അതിന് എന്ത് ചെയ്യണം? യു കെ പ്ലസ് 1 ഇവിടെ എഴുതാം. യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? k plus 2 divided by 4k plus 15. അതിലെ യു കെ എന്താണ്? യു കെ ഇസിക്കൽ യു കെ എന്ന് പറയുന്നത് k plus 1 divided by 4k plus 1 ആണ്, 11 ആണ്. നമ്മൾ kക്ക് 1 കൊടുക്കുക. 1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? 3 divided by 5 4 19 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? kക്ക് 1 കൊടുത്തു കഴിയുമ്പോൾ 2 divided by 2 by 15 വരും. അപ്പോൾ 3 by 19 2 by 15 എന്ന് വരുന്നത്. 3 by 19 plus 4 by 15 വരും. 4 by 15 വരും. അപ്പോൾ 3 by 19 4 by 15 എന്ന് പറഞ്ഞാൽ 3 by 19ന്റെ വാല്യൂ 0.157 എന്നാണ് കിട്ടുന്നത്. 2 by 15ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.133 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് യു കെ പ്ലസ് 1 എന്താണ് സംഭവിക്കുക? യു കെ പ്ലസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ യു കെ. ഫസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ആയി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. യു കെ പ്ലസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ യു കെ എന്ന് കിട്ടി. യു കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ യു കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4k പ്ലസ് 11. ഇവിടെ നമ്മൾ കെക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടുന്ന് കെ പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് 1 plus 1 by k എന്ന് വരും. താഴെ നമുക്ക് കെ പുറത്തെടുക്കാം. അപ്പൊ 4 plus 11 by k എന്ന് വരും. ഈ കെയും കെയും ക്യാൻസൽ ചെയ്യും. കെ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇവിടെ നമ്മൾ കെ ആണ് പുറത്തെടുത്തത്, 4 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. Therefore, രണ്ടാമത്തെ കണ്ടീഷൻസും ഫെയിൽ ആയി. രണ്ടാമത്തെ കണ്ടീഷനും ഇവിടെ ഫെയിൽ ആയി. Both the conditions are not satisfied. Both the conditions are not satisfied. Therefore, the series diverges. Series ഇവിടെ diverge ചെയ്യാണ് എന്ന് പറഞ്ഞാൽ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity minus 1 raised to k plus 1 into k plus 1 divided by 4k plus 11 diverges എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത, നമ്മൾ ഇതിൽ നിന്ന് ആദ്യം യു കെ കണ്ടുപിടിച്ചു. യു കെയുടെ വാല്യൂ എന്താണ്? k plus 1 by 4k plus 11. യു കെ പ്ലസ് 1 കിട്ടണമെങ്കിൽ കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുത്തു. അപ്പൊ k plus 2 divided by 4 into k plus 1 plus 11. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k plus 2 divided by 4k. ഇവിടെ 4 4 15 4k plus 15. ഇനി ഇതിൽ യു കെ പ്ലസ് 1 ആണോ യു കെ ആണോ വലുതെന്ന് നോക്കണം. അതിന് നമ്മൾ യു കെ പ്ലസ് 1 ഇവിടെ എഴുതി, യു കെ ഇവിടെ എഴുതി. കെക്ക് നമ്മൾ 1 കൊടുത്തു. 1 കൊടുത്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. കെക്ക് 1 കൊടുക്കുമ്പോൾ 3 divided by 3 by 19 വരും. കെക്ക് ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 2 divided by 15 വരും. 3/19 value 0.157 ആണ്.
2/15 വാല്യൂ 0.133 ആണ്. അപ്പൊ ഇതിൽ UK + 1 ഗ്രേറ്റർ ദാൻ UK ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ആയി. ഫസ്റ്റ് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേക്കാം. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? k + 1/4 k + 11 ആണ്. ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പൊ ഇതിൽ നിന്ന് k നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ 1 + 1/k k × 4 + 11/k. ഇതിൽ k നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1/4 നോട്ട് ഈക്വൽ 0. അപ്പൊ both the conditions are satisfied. ഇവിടെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. Therefore the series is diverges. Therefore given series എന്താണ്? sigma k = 1 to infinity minus 1 raised to k + 1 × k + 1/4 k + 11 diverges. എല്ലാവരും എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ.